ഷാഹിദ് സാറിന്റെ പടത്തിലെ എനിക്ക് എക്സ്പീരിയൻസ് ചോദിച്ചോണ്ടൊക്കെ എക്സ്പീരിയൻസ് 5 ലക്ഷം എല്ലാവരും സന്തോഷം തന്നെ. എന്താണ് കാണാൻ ഓഡിയൻസിന് വേണ്ടി പറയാനുള്ളത്? നന്നായിരുന്നു. റിയൽ ലൈഫ് MLA ഫീൽ തോന്നി. ഷാഹി സാറിന്റെ പടത്തിൽ അഭിനയിക്കുന്നത് തന്നെ ഒരു ബ്ലെസിംഗ് ആയിട്ടാണ്. അത് തന്നെ ഒരു ആക്ഷൻ നൈസായിരുന്നു. പുള്ളി ഒരു എനർജി, ഭയങ്കര എനർജി പോകണം. അതേപോലെ വർക്ക് ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ വീഡിയോസ് ഒക്കെ ഇടും, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുന്നുണ്ട്, DTS ഒക്കെ ഇടും. അതെല്ലാം എടുത്തു വെക്കാറുണ്ട്. ഈ മാർക്കോന് ശേഷം വീഡിയോ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. മാർക്കോന്ന് ഞാൻ ഡിഫറെന്റ് അടുത്ത് ഇങ്ങോട്ടാ വന്നത്. സന്തോഷം. ചെറുതാണെങ്കിലും നമുക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമുള്ള കാര്യം. എല്ലാവരും കണ്ടില്ലേ, പറയുന്നില്ലേ? ഇടിവെക്കല്ലേ? അതന്നെ വേണ്ട. അതിന്റെ ഉദ്ദേശം പേടിയായിരുന്നു ആദ്യം തന്നെ. അതിന് അത്രയും ഒരു ലെജൻഡറി മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ വീണ്ടും മാർക്കോ പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു ഇതായിരുന്നു. പക്ഷെ ഡയറക്ടർ ആരാന്ന് കേട്ടപ്പോ ഞാൻ സ്റ്റോറി ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയ ഇത് തന്നെ ഉണ്ടല്ലോ. കാണും, എല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണുന്ന. മറ്റേ അത്രയും ഫൈനാൻസ് ഒന്നും ഇല്ല. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. എന്തായാലും പലരും കണ്ട് കൂട്ടുകാരുടെ ഒരു ഹിറ്റ് ആദ്യത്തെ ഹിറ്റ് ചെയ്തത് ഒരുമിക്കുന്ന എന്റെ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. നല്ല ഫൈറ്റ് സീനൊക്കെയാണ്. ഇതിനകത്ത് ഒരു രംഗം ചെയ്യാൻ പറ്റിയെന്നുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇടിയൊക്കെ നല്ല കിണ്ടിൽ ഇടിയാണ്. പറയുന്ന പോലെ തന്നെ കിണ്ടിൽ, ഒരു രക്ഷയില്ല. എന്താണ് പ്രേക്ഷകരോട് കണ്ടപ്പോൾ പറയാനുള്ളത്? കാരണം ഒരുപാട് ഫൈറ്റ്സ് ഒക്കെ കുറെ പേര് ഷാജിഖാൻ സാറിന്റെ ഒരു ഡയറക്ഷനിൽ സാറ് തന്നെ നല്ലതാണല്ലോ ഷാജി സാർ. And I feel really good to work with all of them. Really happy. കാണാനുള്ള പ്രേക്ഷകരോട് അങ്ങനെയുണ്ട് പ്രേക്ഷകരോട് കണ്ടു. Yeah, it was nice. വളരെ ചെറിയ പാർട്ടാണ് അതിൽ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിലും it was nice. സ്ക്രീനിൽ കാണുമ്പോൾ നമ്മുടെ ഒരു ഹാപ്പിനെസ്, ത്രില്ല് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആകെ മൊത്തം മുട്ടി
അടി പൊളി. ഇതിലെ പടം ഉണ്ട്. നല്ല കിൻഡലിറ്റിയാണ് മാസ് ആക്ഷൻ മൂവിയാണ്. ഇതിൽ ഞാനും ഉണ്ട്. മസ്റ്റ് വാച്ച് മൂവിയാണ്. എന്ത് സംഭവിക്കുന്നു എന്നുള്ള ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്നു. തിയേറ്ററിനുള്ളിൽ അത്ര ശാന്തത ഉണ്ടായിരുന്നു ആ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയുള്ള. താങ്ക് യു. പൈസയിലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ? എല്ലാം ഭംഗിയാണ്, എല്ലാം നല്ല ഭംഗിയാണ്. ഇടി എങ്ങനെയുണ്ട്? തിയേറ്റർ തീപ്പൊരി നല്ല രസമുണ്ട്, നല്ല രസമുള്ള പടം. ജോജിയുടെ വരവ് ശരിക്കും കണ്ട് തന്നെ ബോധ്യപ്പെടണം. നല്ല ആപ്റ്റ് പേര് സിനിമയ്ക്ക്. സ്റ്റോറി ഫീൽ ചെയ്തോ? ഒരു സ്റ്റോറി ഫീൽ ചെയ്തോ കഥയൊക്കെ? പിന്നെ ഒന്നും വിട്ടു പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനത്തെ ഷാജിയുടെ സിനിമയുടെ ഒന്നും എന്തെങ്കിലും ഒരു ചെറിയ സാധനം പോയാൽ അതൊരു സർപ്രൈസിങ് എലിമെന്റ്സ് ഒക്കെ പോയിട്ട് ആളുകൾ കണ്ടിട്ട് തന്നെ ബോധ്യപ്പെടും. ഇവന്റില് ജോയിച്ചേട്ടൻ പറഞ്ഞിരുന്നു മാക്സിമം ഇടി തകർത്തിട്ടുണ്ടെന്ന്. പിന്നെ ആദ്യം മുതൽ അവസാനം വരെ തകർത്തിട്ടുണ്ട്. ഓക്കെ. വരവാണ് അതെ അതെ. ഓണത്തിനുള്ള വരവ്. എന്ത് തോന്നി ഇത് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോ പ്രേക്ഷകരുടെ കൂടെ ഈ ഫൈറ്റ് കാര്യങ്ങളൊക്കെ എക്സൈറ്റഡ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. ഷായി സാറിന്റെ ഒരു പടത്തിൽ എന്ന് പറയുന്നത് കുഞ്ഞിലെ തൊട്ട് നമ്മളെല്ലാം കണ്ട്, ഞാൻ പ്രത്യേകിച്ച് ഒരു ഷായി സാറിന്റെ ഫാനാണ്, ഷായി സാറിന്റെ പടങ്ങളുടെ ഫാനാണ്. അത് പുള്ളിയുടെ പടത്തിൽ ഒരു വേഷം കിട്ടുമെന്ന് പറയുന്നത് തന്നെ എനിക്ക് ഷായി സാറിന്റെ പടം ഞാൻ സ്റ്റോറിയിലും കേട്ടില്ല. ഓക്കെ, ഞാൻ അപ്പൊ തന്നെ ഓക്കെ ആയിരുന്നു. ഞാൻ ഒരു മാസ് വില്ലനിസ് ആണ് ഞാൻ കാണാൻ പറ്റിയത് തിയേറ്ററിൽ. അപ്പോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? പേടിയുണ്ടായിരുന്നു കണ്ടോണ്ട്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കരുത്, എന്താവും ഓരോ പടം കാണുമ്പോഴാണ് അതിന്റെ ഒരു പേടി. നിങ്ങൾ എങ്ങനെ അതിനെ എടുക്കും എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. ശരിക്കും കിൻഡിലേക്ക് കൊണ്ടോ ഉണ്ട്. ഇപ്പോഴും മറന്നിട്ടില്ല. ഓക്കെ, ശരി. അങ്ങനെ തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടാലേ ആ പടത്തിന്റെ സിനിമ. കാരണം ആ ഒരു ഇടിയൊക്കെ കിട്ടുവാന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ വന്നിരുന്നു. ഈ പടം എന്തായാലും ഷാജി കൈലാസ് ടീമിന് ജോജുവിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാന്നുള്ളത് ഈ പടത്തിനകത്ത് അടിപൊളിയായിട്ട് ആ ഒരു കിൻഡലെന്ന് മാത്രം കണക്കാക്കണ്ട. തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണണം കേട്ടോ. അത് ഇപ്പൊ ഇടിപ്പടം എന്ന് പറയണ്ട, അതിനകത്ത് ഫാമിലിയും കൂടി ഉണ്ട്. ആ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു സംഭവം ഉണ്ടാക്കണം എന്നുള്ള ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. കൂട്ടത്തിൽ വാണി വിശ്വനാഥ് IPS ആണെങ്കിൽ അതിന് കൂടെ ഒരു പോലീസായിട്ട് ഞാനുണ്ട്. എനിക്കുള്ള പ്രോത്സാഹനം നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന പോലെ ഈ വരവ് ഒരു 1.5 വരവാണ് വരവ്. എങ്ങനെയുണ്ടായിരുന്നു വരവ് സിനിമ? വരവ് സിനിമ 1.5 വരവ് തന്നെ. കാരണം ഷാജി കൈലാസിനെ നമ്മ എത്രയോ വർഷങ്ങളായി, കാരണം ഇപ്പോഴത്തെ തലമുറയും പഴയ തലമുറകൾക്കൊക്കെ അറിയാവുന്ന ഒരു ഡയറക്ടറാണ് ഷാജി കൈലാസ്. അദ്ദേഹം പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള എല്ലാ ചിത്രങ്ങളും ഇപ്പൊ ഏത് സൂപ്പർ സ്റ്റാറിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ എനിക്കൊന്ന് 7 ഫൈറ്റ് മാസ്റ്റർമാരുണ്ടെന്നുള്ളതാണ് അറിവ്. കാരണം നല്ല ഫൈറ്റ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷമീദിന്റെ മകനാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ. നമ്മ മാർക്കോലി കണ്ട പോലെ ഇതില്. പിന്നെ മുരളി ഗോപി, പിന്നെ ഇതിൽ നമുക്ക് പറഞ്ഞ വാണി വിശ്വാനെ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം തിരിച്ചുവരവ് മാത്രമല്ല, അവരുടെ സംഭാഷണ രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവര് വേറെ നാട്ടിൽ നിന്ന് ഇവിടെ പോലീസ് ഓഫീസൊക്കെ വരുന്നുണ്ട്. ആ ശൈലിയൊക്കെ നല്ല രസമായിട്ടുണ്ട്. വാണി വിശ്വാന്റെ സ്റ്റൈല്, അഭിനയം. പിന്നെ ഒരു അർജുന അശോകന് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ജോർജിന്റെ ഒന്നും പറയാനില്ല, 2-3 കിൻഡൽ ഇടിയെന്നൊക്കെ തന്നെ പറയും. പിന്നെ ഒരു 1.5 വരം മാസ് വരവ് തന്നെ. സൂപ്പർ സിനിമ. എല്ലാവർക്കും ഇത് കണ്ടും ഇതിനകത്ത് ഒരു കഥയും ഉണ്ട്. സ്റ്റോറി ഫോളോ ചെയ്തിട്ട് തന്നെയാണ് ഇതിൽ ഇടിയും ഫൈറ്റും ഇമോഷനും എല്ലാം കടന്നു പോകുന്നത്. ഇടി മാത്രം പ്രതീക്ഷിച്ചതല്ല, പക്ഷെ നല്ലൊരു സ്റ്റോറിയും ഉണ്ട്. നിങ്ങൾക്ക് എന്തായാലും വേർത്തായിരിക്കും. ഈ പടം കണ്ടാൽ എന്നാലും റിഗ്രറ്റ് വരും. ആ ഒരു സംഭവത്തിൽ ഉണ്ട് എന്തായാലും. മസ്റ്റ് ആയിട്ട് ഷാജി സാറിന്റെ മൂവി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ജോജി ഫാൻ ആണെങ്കിലും ഓൾറെഡി എല്ലാവർക്കും അറിയാം എന്തായിരിക്കും പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ആ സെയിം ഐറ്റം തന്നെയാണ്. പെർഫോമൻസ് വൈസ് ആയിട്ടാണെങ്കിലും ഒരു റിവെഞ്ച് എന്ന് പറയാം. അല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഷോ ആണ്. സോ എല്ലാവരും വാച്ച് ചെയ്യാം. എന്തായാലും തിയേറ്ററിൽ വന്ന് കണ്ടുപോയാൽ നിങ്ങൾക്ക് റിഗ്രറ്റ് ആയിരിക്കില്ല. അല്ല, എന്റെ ഒരു 5-6 മൂവീസിൽ ഭാഗ്യമാണ്. ഞാൻ ചേട്ടന്റെ അഭിമാനി ചേട്ടന്റെ കൂടെ തന്നെയായിരുന്നു ടൈമില്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം അത്രയും സീരിയസ് ആയ ഒരാളുടെ കൂടെ ഷാജി കൈലാസ് ഡയറക്ട് ചെയ്യുന്ന പടം എന്താ പറയാ, പ്രൗഡാണ്. ആവട്ടെ, ഇനിയും വരട്ടെ.
അഭിനയിച്ചതാണെന്നും കൂടിയാണ് എങ്ങനെ ഷാജികല സാറിന്റെ പണ്ടത്തെ പടങ്ങളൊക്കെ സാറ് കണ്ടതുമാണ്. ഷാജി സാറിന്റെ പടങ്ങൾ ഞാൻ നേരത്തെ ചെറുപ്പം പോലെ ഷാജി സാർ തുടങ്ങിയ കാലം പോലെ ഞാനും കാണുന്ന പടം. അപ്പൊ ആ ഡയറക്ടറോട് സാർ അഭിനയിക്കുമ്പോൾ അല്ല, ഞാൻ ഷാജി സാറിന്റെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള പടങ്ങളൊക്കെ ഹിറ്റാണ്. ഇതിനു മുമ്പ് അഭിനയിച്ച കടുവ, അതുകൊണ്ട് എനിക്ക് ഏറെ സന്തോഷമുണ്ടായി. രാജ്യത്തിന്റെ കൂടെ മറ്റേ ഈ പടത്തിലൊക്കെ സാറ് ഡ്രൈവറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതിലും സാർ അല്ലെ അപ്പച്ചൻ ഡ്രൈവർ. ഡ്രൈവറായിട്ട് വന്ന പടങ്ങൾക്കൊക്കെ പ്രേക്ഷകര് രണ്ട് കൈയിൽ സ്വീകരിച്ചത്. തീർച്ചയായിട്ടും ഇനിയും ധാരാളം ഡ്രൈവർ നല്ല ഓർമ്മ പറയുന്നത് അവസാനം ആളുകളോട് പറയുമ്പോൾ അയാളല്ല ഡ്രൈവർ സാറ് ഡ്രൈവറായ പടങ്ങൾ ഓടിയിട്ടേ ഉള്ളൂ. അത്ര തീർച്ചയായിട്ടും അപ്പൊ സിനിമ ഓടാൻ വേണ്ടി പക്ഷെ അവസാനം നമുക്ക് മനസ്സിലാവും ഈ ഒരാളാണ്, ഈ ആളുടെ വരവാണ് ഇടിക്കെല്ലാം കാര്യമുണ്ട്. ഏതായാലും പടം പ്രതീക്ഷിച്ച പോലെ തന്നെ അതിന്റെ ഹൈപ്പ് നമ്മൾ ഇടിപ്പടം എന്നുള്ള രീതിയിൽ ഒരു ആക്ഷൻ മൂവി എന്നുള്ള രീതിയിലായിരുന്നു. ഷാജി കൈലാസ്, ജോജു ജോർജ് കോമ്പിനേഷനാണ്. ഏതായാലും ഷാജി സാറിന്റെ മുൻപ് ഉള്ള പടങ്ങൾ നോക്കിയാൽ നമുക്ക് അറിയാം അല്ലെ, നല്ല ഡയലോഗും നല്ല ഇടിയും ഒരു ആവേശം നിറഞ്ഞ ഒരു മാസ് പടത്തിന്റെ ആളാണ് നമ്മുടെ ഷാജി സാർ. ഇന്നലെ AK സായൻ സാറിന്റെ തിരക്കഥ നല്ല രസകരമായിട്ടുള്ള ഒരു ഫാമിലി നമ്മുടെ അതിനകത്തുണ്ട്. ഈ ആക്ഷൻ പടമായിട്ട് മാത്രം കാണേണ്ട ആവശ്യമില്ല. പിന്നെ പഴയ നമ്മുടെ നായികമാരെയൊക്കെ ഒന്ന് കാണാൻ പറ്റി. സുകന്യ മാഡം, അതുപോലെ വാണി വിശ്വനാഥ് പോലീസ് വേഷമാണ്, അതുപോലെ ബാബുരാജേട്ടൻ തീർച്ചയായിട്ടുണ്ട് കേട്ടോ. കാര്യം പറയുന്നില്ല, വില്ലനാണോ ആരാണോ എന്താണെന്ന് പറയുന്നത് അത് ശരിയാകുന്നില്ല. അപ്പൊ എന്താണ് ബാബുരാജേട്ടൻ എനിക്ക് ഭയങ്കര ബോബി കുര്യൻ, ബാബുരാജ് ഇവരെല്ലാരും ഗംഭീരാണ്. അർജുൻ അശോകൻ, ദീപക് ഇതിനകത്ത് ഭയങ്കര രസമായിട്ട് ഒരു സീരിയസ് റോൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അഭിമന്യു ഉണ്ട്. അഭിമന്യു നല്ല ഒരു മാസ് എൻട്രിയാണ് അഭിമന്യുവിന് കൊടുത്തിരിക്കുന്നത്. അതിലെ ഷാജി കൈലാസ് സാർ അതിനൊക്കെയുള്ള കാര്യത്തിലൊരു കിങ് ആണ് മേക്കിങ്ങിന്. അത് ഏതായാലും പരവിലൂടെ തെളിയിച്ചു. എല്ലാവരും നല്ല ഇടിപ്പടം കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാ.